കൊരിന്ത്യലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവസഭയും ദൈവസഭാ പ്രമാണങ്ങളും സഭാ ജീവിതവും സംബന്ധിച്ച് നാം സംക്ഷിപ്തമായി പഠിക്കുവാനായി ശ്രമിക്കുകയായിരുന്നു. കൊരിന്ത്യലേഖനത്തിൻ്റെ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ കൊരിന്തിലുണ്ടായിരുന്ന അനൈക്യത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞിട്ട് അതെത്രമാത്രം ദോഷകരമാണെന്നും പരിഹാരമാർഗങ്ങൾ എന്തെല്ലാമാണെന്നും വിശദമായി ചർച്ച ചെയ്തു. 5-ാം അധ്യായത്തിൽ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന ഇൻഡിസിപ്ലിൻ അഥവാ ശിക്ഷണമില്ലായ്മ, അത് സംബന്ധിച്ച് ദൈവസഭയിൽ എങ്ങനെയാണ് ശിക്ഷണം ഉണ്ടാകേണ്ടതെന്ന് താൻ ഓർപ്പിക്കുകയുണ്ടായി. 6-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് വിശ്വാസിക്കെതിരെ കോടതി വ്യവഹാരവുമായി പോകുന്നത് സംബന്ധിച്ച് വളരെ വിശദമായി അപ്പോസ്തലനായ പൗലോസ് എഴുതി. എന്നാൽ ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി 6-ാം അധ്യായം 12-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ വായിക്കുമ്പോൾ ആ ഭാഗത്തെ പ്രധാന വിഷയം വിശ്വാസികളുടെ ശരീരമാണ്. തീർച്ചയായിട്ടും അവിടുത്തെ കോണ്ടക്സ്റ്റ് അവിടേക്ക് വരാം, ദുർനടപ്പാണ്. എന്നാൽ നാം ശ്രദ്ധാപൂർവം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, 9 വാക്യങ്ങളിൽ 10-ലധികം പ്രാവശ്യം, 10-ൽ കുറയാതെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ പരാമർശിക്കുക മാത്രമല്ല, 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ലയോ? 15-ാം വാക്യം, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? 16-ാം വാക്യത്തിൽ, നിങ്ങൾ അറിയുന്നില്ലയോ വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏകശരീരമാകും, നിങ്ങൾ അറിയുന്നില്ലയോ? 19-ാം വാക്യത്തിലും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ കൊരിന്തിലെ വിശ്വാസികൾ ന്യായമായി അറിയേണ്ട കാര്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാടിയിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസിയുടെ ശരീരം എങ്ങനെയാണ് ദൈവം വീക്ഷിക്കുന്നത്, നാം എങ്ങനെയാണ് ആ ശരീരത്തെ സൂക്ഷിക്കേണ്ടത്, ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് ചോദിക്കുമ്പോൾ താൻ ആ കാര്യങ്ങളും ആ സഭയെ പഠിപ്പിച്ചിരുന്നു. അവർ അറിഞ്ഞിരിക്കേണ്ടവരായിരുന്നു. വിശ്വാസികളായ ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യവും ധാരണയും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകും മുൻപായിട്ട് ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ കൊരിന്ത് പട്ടണത്തെക്കുറിച്ച് തന്നെ മനസ്സിലാക്കണം. ആ കാലത്തെ സിൻ സെൻറ്റർ, പാപത്തിൻ്റെ കേന്ദ്രമെന്ന്, ദുഷ്ടതയുടെയും തിന്മയുടെയും കേന്ദ്രമെന്നറിയപ്പെട്ട പട്ടണമായിരുന്നു കൊരിന്ത് പട്ടണം. ഗ്രീസിൻ്റെ സതേൺ ഭാഗത്തായിട്ട് ഏതൻസിൽ നിന്നും ഏതാണ്ട് 40 മൈൽ പടിഞ്ഞാറ് വശത്ത് റോമൻ പ്രൊവിൻസായിരിക്കുന്ന അഖായയുടെ തലസ്ഥാനമായിരുന്ന കൊരിന്ത് ഒരു വലിയ കച്ചവട കേന്ദ്രമായിരുന്നു, ഒരു ബിസിനസ് സെൻ്ററായിരുന്നു. അതൊരു തുറമുഖ പട്ടണമായിരുന്നു. 2 തുറമുഖങ്ങൾ കൊരിന്തിനോട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്നത്തെ ഒളിമ്പിക്സ് പോലൊക്കെയുള്ള ആ കാലത്തെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഇസ്തുമിയൻ ഗെയിംസ് നടന്നുകൊണ്ടിരുന്നത് കൊരിന്തിലാണ്. ഗ്രീസിൽ തെക്കും വടക്കും നിന്നും ആ ഏഷ്യ മൈനറിൻ്റെ ഭാഗങ്ങളിൽ ഈസ്റ്റ് വെസ്റ്റ് അതുപോലെയുള്ള യാത്രയ്ക്കുള്ള കേന്ദ്രമാണ് കൊരിന്ത്. അങ്ങനെ കൊരിന്തിൽ വിദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വ്യത്യസ്ത ഭാഷക്കാർ, വ്യത്യസ്ത സംസ്കാരമുള്ളവർ, വ്യത്യസ്ത ജാതികൾ ഈ കൊരിന്തിൽ താമസമാക്കിയിരുന്നു. അതിൽ യഹൂദന്മാരും ഉണ്ടായിരുന്നു. അതിൻ്റെ പരിണത ഫലമെന്ന് പറഞ്ഞാൽ കൊരിന്തിന് വാസ്തവത്തിലൊരു അതിൻ്റേതായ തനതായ സംസ്കാരം ഇല്ലാതെ പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൊരിന്തിൽ 2 പ്രധാന പട്ടണങ്ങളുണ്ടായി, 2 പ്രധാന ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ആ 2 ക്ഷേത്രങ്ങളും കൊരിന്തിനെ ധാർമ്മികമായി അധപതിക്കുവാൻ ഇടയാക്കിയെന്നാണ് എനിക്ക് വായിപ്പാനായിട്ട് സാധിച്ചത്. അതിലൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് അഫ്രോഡൈറ്റ് ഗോഡസിനു വേണ്ടി
സൗന്ദര്യ ദേവത എന്ന പേരിൽ ദേവത അഫ്രോഡൈറ്റിനു വേണ്ടി സ്ഥാപിച്ച ഒരു വലിയ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഒരു സമയത്ത് 1000-ഓളം ദേവദാസികൾ, 1000-ഓളം ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു. കൊരിന്തിലെ വിചാരം കൊരിന്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതും ചിന്തിച്ചതും ഈ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട്, ഈ ക്ഷേത്രത്തിലെ ദേവദാസികളുമായിട്ടുള്ള ഇടപെടലുകൾ അഥവാ വേശ്യാവൃത്തി, അതൊരു ദേവതയ്ക്ക് പ്രസാദമാണ് എന്നാണ് അവർ വിചാരിച്ചത്. മാത്രമല്ല, അവർ ഈ ദേവിയോട് ഞങ്ങളുടെ പട്ടണത്തിൽ ഇനിയും കൂടുതൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആ വിഷയത്തിന് വേണ്ടി നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്തു വന്നുവെന്നാണ് വായിക്കാനിടയായത്. നോക്കുക, എത്രമാത്രം ഈ 1000-ൽ പരം ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൽ കൂടി ആ പട്ടണത്തിൽ ആ വേശ്യാവൃത്തിക്ക് ഒരു വലിയ അംഗീകാരം കിട്ടിയതായിട്ടാണ് മനസ്സിലാക്കാനായി സാധിച്ചത്. മറ്റൊരു ക്ഷേത്രമായിരുന്നു ഗോഡ് അപ്പോളോയുടെ ക്ഷേത്രം. പുരുഷ സൗന്ദര്യ പ്രതീകമായി ആണ് അപ്പോളോയെ കാണുന്നത്. ആ അപ്പോളോയുടെക്ക് വേണ്ടി സ്ഥാപിച്ച ആ ക്ഷേത്രം പ്രൊമോട്ട് ചെയ്തത് ഹോമോസെക്സ്വാലിറ്റി ആയിരുന്നു, സ്വവർഗരതിയായിരുന്നു. നോക്കുക, എത്ര ലജ്ജയില്ലാതെ, യാതൊരു ശങ്കയില്ലാതെ, യാതൊരു മടിയില്ലാതെ കൊരിന്തിലെ ജനം എല്ലാവിധമായിരിക്കുന്ന ലൈംഗിക അരാജകത്വം, എല്ലാവിധമായിരിക്കുന്ന ഇമ്മോറൽ ലൈഫിന് വിധേയപ്പെടുവാൻ കാരണമായി തീർന്നു ഈ 2 ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് തന്നെ നീയും ഒരു കൊരിന്തനോ എന്ന് ചോദിച്ചാൽ, നീയും ഒരു കൊരിന്തുകാരനോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നീയും ലൂസായ ധാർമ്മിക നിലവാരം പുലർത്തുന്നവനാണോ, നീയും ഒരു പരിധിയില്ലാതെ, മടിയില്ലാതെ ദുർനടപ്പിൽ ജീവിക്കുന്നവനാണോ എന്ന് ചോദിക്കുന്നതിന് തുല്യമായിരുന്നു. അങ്ങനെ മോറലി അധപ്പതിച്ച, സാൻമാർഗികമായി യാതൊരു ലിമിറ്റുമില്ലാതിരുന്ന ഒരു പട്ടണത്തിലേക്കാണ് അപ്പോസ്തലനായ പൗലോസ്, നാം പ്രവർത്തികൾ 18-ാം അധ്യായം വായിക്കുമ്പോൾ, കടന്നു ചെന്നത്. താൻ അവിടെ കണ്ട കാഴ്ച കണ്ട് താൻ വളരെ ഭയന്നുവെന്ന് താൻ പറയുന്നുണ്ട്. താൻ വളരെ വിഷമിച്ചതായിട്ട് താൻ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ വചനം പ്രസംഗിച്ചതിൻ്റെ പരിണത ഫലമായിട്ട് വളരെയേറെ പേർ പാപബോധമുള്ളവരായി, തങ്ങളുടെ ദുർമാർഗത്തെക്കുറിച്ച് ബോധ്യം പ്രാപിച്ചവരായി, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടു വേർപെട്ടു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വായിപ്പാനായി സാധിക്കും. ഈ 1 കൊരിന്ത്യരുടെ 6-ാം അധ്യായത്തിൽ തന്നെ ആ കാര്യം പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു. കൊരിന്തിലെ ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. നിങ്ങളും ഈ വകക്കാരായിരുന്നു. ഏത് വകക്കാരാണ്? അതിൻ്റെ മുകളത്തെ വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം വാക്യത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ, ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാർ ആയിരുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ആരോ പറഞ്ഞത്, ആ കാലത്ത് കൊരിന്തെന്ന് പറഞ്ഞ പട്ടണത്തിൽ ഒരു ക്രിസ്തീയ സഭ ഉടലെടുക്കാനിടയായി തീർന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. അവിടെ നിന്നാണ് പൗലോസ് എഴുതിയത്, സുവിശേഷം ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ പവറാണ് എന്ന്, ഡൈനാമിറ്റ് ആണെന്ന് പറഞ്ഞ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയത് ഈ കൊരിന്തിൽ ഇരുന്നു കൊണ്ടാണ്. കാരണം അവിടെയുള്ള ജനങ്ങളെ അത്രമാത്രം ഈ സുവിശേഷം രൂപാന്തരപ്പെടുത്തി ദുർമാർഗത്തിൽ നിന്നും അവരെ വേർപ്പെടുത്തി രക്ഷിച്ചു. അങ്ങനെ ക്രിസ്തീയ ഒരു സഭ അവിടെ രൂപം കൊണ്ടു. എന്നാൽ പൗലോസ് പോയ ശേഷം തനിക്ക് പിന്നീട് ലഭിച്ച അറിവാണ്, കൊരിന്ത് പട്ടണത്തിലെ
ഈ ലൂസായിരിക്കുന്ന മൊറാലിറ്റി, ആ ധാർമ്മികമായ നിലവാരം, അധപ്പതിച്ച ധാർമ്മിക നിലവാരം മെല്ലെ മെല്ലെ സ്ഥലം സഭയെ സ്വാധീനിച്ചു. അങ്ങനെ സ്ഥലം സഭയെ സ്വാധീനിച്ചതിൻ്റെ പരിണത ഫലമായി നാം 5-ാം അധ്യായത്തിൽ കാണുകയുണ്ടായി, അവിടെയും ചിലരുടെ ജീവിതത്തിൽ ധാർമ്മിക മോറൽ പരാജയമുണ്ടായി, ദുർനടപ്പിൽ ജീവിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ പരിഹാരമൊക്കെ 5-ാം അധ്യായത്തിൽ പറഞ്ഞത് നാം കണ്ടു കഴിഞ്ഞതാണ്. 2 കാര്യങ്ങളാണ് കൊരിന്തിലെ സഭയിലെ ജനങ്ങൾ അഥവാ ജനങ്ങൾ ശ്ലോകമായി അവർ ഏറ്റുപാടിയത്. അവരുടെ വാദമായിരുന്നു, അവരുടെ ഒരു ആർഗ്യുമെൻ്റ് ആയിരുന്നു. എന്താണ് അതതിൻ്റെ 12-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നു, ശ്രദ്ധിക്കുക. സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ട്. ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഇറ്റ്സ് മൈ ഫ്രീഡം. ഹു ആർ യു ടു ആസ്ക്? നോക്കുക, കൊരിന്തിലെ ജനങ്ങൾ, സാമാന്യ ജനങ്ങൾ അവരുടെ ആ പാപപങ്കിലമായ ദുർനടപ്പിൽ ജീവിക്കുമ്പോൾ അവരുടെ ഒരു വാദമാണ്, ഒരു ശ്ലോകനാണ്. എന്ത്? ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ. ഇവിടുത്തെ പശ്ചാത്തലത്തിൽ എൻ്റെ ശരീരത്തിൽ എന്തു ഭക്ഷിക്കണം, എന്തു കുടിക്കണം, എന്തു ധരിക്കണം, അത് ഞാൻ നിശ്ചയിക്കും. ഹു ആർ യു ടു ആസ്ക്? ഇന്നും ഇങ്ങനെ കേട്ടിട്ടില്ലേ? ഉണ്ട്. ഇന്നും ഇതേ ചോദ്യമാണ്. എൻ്റെ ശരീരം, എൻ്റെ വസ്ത്രം, എൻ്റെ ഭക്ഷണം, നിങ്ങൾക്കെന്ത് കാര്യം എന്ന് ചോദിക്കുന്ന തലമുറയിൽ നാം നിൽക്കുന്നു. ഓക്കെ, അവിടെ പിന്നെ വരാം. 2-ാമത്തെ വാദമാണ് അവരുടെ ഒരു ശ്ലോകനായിട്ടാണ് 13-ന്റെ ആരംഭത്തിലെ വാക്യം. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 13-ാം വാക്യം. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്. ഫുഡ് ഈസ് ഫോർ ദ സ്റ്റൊമക്ക് ആൻഡ് ദ സ്റ്റൊമക്ക് ഈസ് ഫോർ ഫുഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എന്ന് പറഞ്ഞാൽ അവരുടെ വാദം ഇതാണ്, വയറെന്തിനാ? ഭക്ഷണം കഴിക്കാനാ. നമുക്ക് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിയാൽ എന്താ ചെയ്യുന്നേ? എവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമോ അത് കഴിക്കും. അത് ഹോട്ടലാകട്ടെ, വീടാകട്ടെ, റോഡ് സൈഡ് ആകട്ടെ, തട്ടുകടയാകട്ടെ. എത്ര നല്ല ന്യായമാണ്. അപ്പോൾ അവരുടെ മറുവശമാണ്, അങ്ങനെയെങ്കിൽ വയറിൽ വിശപ്പ് അനുഭവപ്പെടുമ്പോൾ ഭക്ഷണം എവിടെ നിന്നും കഴിക്കാമെങ്കിൽ നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന ലൈംഗികമായ താല്പര്യം തൃപ്തിപ്പെടുത്തുവാൻ എവിടെ നിന്നും സാധിക്കയില്ലേ? അത് വീടാകട്ടെ, വഴിയോരമാകട്ടെ, റോഡാകട്ടെ, വേശ്യാലയമാകട്ടെ. എന്ത് വികലമായ ചിന്താഗതിയാണ് അവർക്കുണ്ടായത്. അപ്പോസ്തലനായ പൗലോസ് 12-13 വാക്യങ്ങളിൽ ഈ 2 ശ്ലോകത്തിനെയും ഉദ്ധരിച്ചുകൊണ്ട് അതിനെ റെഫ്യൂട്ട് ചെയ്യുകയാണ്, ഖണ്ഡിക്കുകയാണ്. നോക്കുക, വളരെ ശാന്തമായി ഈ വിഷയം പഠിക്കേണ്ടതാണ്. കാരണം ഞാനും നിങ്ങളും ഇന്നായിരിക്കുന്ന തലമുറ ഇതേ ചോദ്യങ്ങൾ, ഇതേ ആശയങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ്. കുറേ വർഷം മുൻപാണ്, ഞാൻ പേര് പറയുന്നില്ല, ലോകപ്രശസ്തനായ ഒരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോളിസി ഫ്രീ സെക്സ് ആയിരുന്നു, ഫ്രീ സെക്സ്. ആ ലോകപ്രശസ്ത ഗുരു, അദ്ദേഹത്തിൻ്റെ അനുയായികൾ എല്ലാം മൃഗതുല്യമായി ജീവിക്കുകയാണ്. അതിലൊരാളെ ഞാൻ ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് കാണാനിടയായി. അദ്ദേഹം പറഞ്ഞ ഇതേ ആശയമാണ്, നീ വിശന്നാൽ എവിടെ നിന്നാണ് കഴിക്കുന്നത്? എവിടെ നിന്നും കഴിക്കും. അങ്ങനെയെങ്കിൽ എനിക്ക് സെക്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് എവിടെ നിന്നും സാധിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന തലമുറ, ഇന്നത്തെ സമൂഹം, ഇന്നത്തെ സമൂഹത്തിൻ്റെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാനകമായി, വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ്. ധാർമ്മികമായി അധപ്പതിച്ചതായ ഒരു സമൂഹം. ഞാൻ പറയട്ടെ, സമീപകാലം വരെ ഹോമോസെക്സ്വാലിറ്റി അതൊരു ക്രൈമായിരുന്നു നമ്മുടെ രാജ്യത്ത്. അനേക രാജ്യങ്ങളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ
ഓരോ രാജ്യങ്ങൾ ആ ക്രിമിനൽ ലോ എടുത്ത് കളഞ്ഞു. ആർക്കും എന്തുമാകാം. എന്തിനു പറയണം, സമീപകാലത്ത് ഉണ്ടായ ഒരു വിധി നിങ്ങൾ കേട്ടിരിക്കും. ഈവൻ ഭാര്യാഭർത്താക്കന്മാർ പോലും അവരെവിടെയും ജീവിക്കട്ടെ, ആരുമായിട്ടും പോകട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. വിവാഹത്തിൽ പോലും അവിശ്വസ്തത കാണിച്ചാൽ അതിനൊരു തെറ്റില്ലെന്ന് പറയുന്ന സമൂഹത്തിലെത്തി നിൽക്കുകയാണ്. ഗേ പ്രൈഡ് മാർച്ച്. ഞാനിത് വർണ്ണിച്ചധികം വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതേ ചിന്തകൾ മനുഷ്യ ശരീരത്തെ വളരെയേറെ വികലമായി കാണുന്ന ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസികൾ നിൽക്കുമ്പോൾ ഈ കാര്യം നന്നായി മനസ്സിലാക്കണം. വേശ്യാവൃത്തി, പ്രോസ്റ്റിറ്റ്യൂഷൻ. ഈ അടുത്ത കാലത്തൊക്കെയുള്ള ന്യൂസ് പേപ്പറിലെ വാക്കെന്താണ്? സെക്സ് വർക്ക്. വേശ്യ ആരാ? സെക്സ് വർക്കറാണ്. അപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? നോക്കുക, എത്ര ലളിതമായിട്ടാണ് മാധ്യമങ്ങൾ ഈ വലിയ തിന്മയെ ചൂണ്ടിക്കാണിക്കുന്നത്. സെക്സ് ചേഞ്ച് ചെയ്യുക. വിവാഹിതനായി മക്കളുമായി ജീവിക്കുന്ന പുരുഷന് ഒരു സുപ്രഭാതത്തിൽ തോന്നുന്നു എനിക്കിനി സ്ത്രീയാകണം. അതിനും അറിയാൻ നാണമൊന്നുമില്ല, ലജ്ജയില്ല. സമൂഹം പ്രോത്സാഹിപ്പിക്കുന്നു, ഓപ്പറേഷൻ വിധേയപ്പെടുന്നു. ഓപ്പറേഷനുള്ള പണം സമൂഹം കൊടുക്കുന്നു. സമൂഹ മാധ്യമങ്ങൾ. വസ്ത്രധാരണം, എൻ്റെ ഡ്രസ്, എൻ്റെ വസ്ത്രം, എൻ്റെ ബോഡി. ഇന്നത്തെ വസ്ത്രധാരണം എങ്ങനെയാണ്? ഞാൻ കൂടുതൽ പറയുന്നില്ല. എങ്ങനെയും ശരീരത്തിൻ്റെ നഗ്നത കാണിക്കുക, അതാണ് ഇന്നത്തെ വസ്ത്രധാരണം. ഞാനീ ധരിക്കുന്നവരെ കുറ്റം പറയുകയല്ല, ഫാഷൻ ഡിസൈനേഴ്സിനെ സൂചിപ്പിക്കേണ്ടത്. ഇന്ന് നാം കടയിൽ പോയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രം ലഭിക്കുകയില്ല. വസ്ത്രത്തിൻ്റെ ലക്ഷ്യം ഈ ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ വിചാരത്തിൽ ബോഡിയെ കവർ ചെയ്യുകയല്ല, ബോഡിയെ വെളിപ്പെടുത്തുകയാണ്. ബോഡിയെ ഒന്നുകൂടെ റിവീൽ ചെയ്യുകയാണ്. കാണുന്ന വ്യക്തിയിൽ ലൈംഗിക താല്പര്യം ഉണർത്തുന്ന വസ്ത്രധാരണ രീതിയാണ് ഇന്നത്തെ സമൂഹത്തിൽ നാണമില്ലാതെ, ലജ്ജയില്ലാതെ, യാതൊരു മടിയില്ലാതെ ധരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗലോസ് പറയാണ്, നിങ്ങൾ അറിയുന്നില്ലയോ? അറിയണം. ഈ ശരീരം ദൈവം എങ്ങനെ കാണുന്നു, ഈ ശരീരത്തെ എങ്ങനെയാണ് ഞാനും നിങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടത്, ഞാനും നിങ്ങളും സൂക്ഷിക്കേണ്ടത്. ദൈവത്തിൻ്റെ പ്ലാനിൽ, ബൈബിൾ അനുസരിച്ച് മനുഷ്യ ശരീരം, എൻ്റെയും നിങ്ങളുടെയും ശരീരം, ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ്? എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം എന്താണ്? ഇത് നാം അറിയണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് ഭവനത്തിൽ പഠിപ്പിക്കണം. മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിക്കണം. അത് വളരെയേറെ അത്യാവശ്യമായ കാര്യമാണ്. ഈ ഭാഗത്ത് 1 കൊരിന്ത്യർ 6-12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ 3-4 കാര്യങ്ങൾ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെക്കുറിച്ച്, വിശ്വാസികളുടെ ശരീരത്തെക്കുറിച്ചുള്ള ദൈവിക പരിപാടിയും നമ്മുടെ ചുമതലയും ഒരു 3-4 കാര്യങ്ങൾ കാണാൻ കഴിയും. അതെല്ലാം ഇപ്പോൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതതിൻ്റെ 13-ാം വാക്യത്തിലാണ്. 13-ാം വാക്യം വീണ്ടും ഞാൻ വായിക്കാം. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. അവരുടെ 2ാമത്തെ ശ്ലോകനാണത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്. എന്ത്? അതിൻ്റെ അവസാന ഭാഗത്തിൽ, ശരീരമോ ദുർനടപ്പിന് അല്ല. ശരിയാണ്, വയറിന് ഭക്ഷണം വേണം, ഭക്ഷണം വയറിനാണ്, ശരിയാണ്. പക്ഷേ ഈ ശരീരം ദുർനടപ്പിന് വേണ്ടി ഉള്ളത് അല്ല. ഇല്ലീഗലായിരിക്കുന്ന, വചനവിരുദ്ധമായിരിക്കുന്ന ലൈംഗിക സംതൃപ്തി തേടുവാനുള്ള ഉദ്ദേശത്തിലല്ല ദൈവം ഈ ശരീരത്തെ സൃഷ്ടിച്ചത്. പ്രത്യുത ശരീരം കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. ഇതേ വിഷയം 15-ാം വാക്യത്തിലുമുണ്ട്. ഞാനത് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ ശരീരങ്ങൾ
ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? 19 വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. നിങ്ങളുടെ ശരീരമൊന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ചുരുക്കി പറഞ്ഞാൽ ആവർത്തിച്ച് ഈ 3 വാക്യങ്ങളിലും പറയുന്ന പ്രധാന വിഷയം, നമ്മുടെ ശരീരം കർത്താവിൻ്റേതാണ്, ദൈവത്തിൻ്റേതാണ്. നമ്മുടെ വിചാരം പോലെയും ചിന്ത പോലെയും ഉപയോഗിക്കാൻ കഴിയുകയില്ല. എനിക്ക് വായിപ്പാനായിട്ടിടയായി തീർന്നത് ആ കാലത്തെ ഗ്രീക്ക് ചിന്താഗതി അനുസരിച്ച് അവർ മനസ്സിലാക്കിയിരുന്നത് നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവിൻ്റെ താത്കാലിക തടവറയാണെന്നാണ്. നമ്മുടെ ശരീരം അത് നമ്മുടെ ആത്മാവിൻ്റെ തടവറയാണ്. അഥവാ നമ്മുടെ ശരീരമായിരിക്കുന്ന ഈ ചട്ടക്കൂട്ടിൽ, ഈ തടവറയിൽ, ഈ പ്രിസണിൽ നമ്മുടെ ആത്മാവ് വസിക്കുകയാണ്. ആത്മാവ് അരൂപിയാണ്. ആത്മാവിന്മേൽ യാതൊരു പാപവും തിന്മയും ബാധിക്കയില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ചിന്താഗതി എന്തായിരുന്നു? ശരീരത്തിൽ എന്ത് സംഭവിച്ചാലും, ശരീരം കൊണ്ട് എന്തു ചെയ്താലും അത് ആത്മാവിനെ ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് ശരീരത്തിൻ്റെ വിവിധങ്ങളായ ഉപയോഗങ്ങൾ തടസ്സമാകുന്നില്ല. അല്പം കൂടെ പറഞ്ഞാൽ, ഈ ശരീരം എങ്ങനെ ഉപയോഗിച്ചാലും ശരീരത്തിൽ പാപമുണ്ട്, തിന്മയുണ്ട്, വസ്തു പാപമയമാണ്. എന്നാൽ ആത്മാവിൽ യാതൊരു പാപവുമില്ല. ശരീരത്തിൽ ആത്മാവ് വസിക്കുന്നു. ആ ശരീരത്തിൻ്റെ പാപസ്വഭാവം ആത്മാവിനെ കളങ്കപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ഈ ബോഡിയിൽ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ച് നാം വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം, അത് ആത്മാവിനെ ബാധിക്കുന്നില്ല എന്നുള്ള ചിന്തയായിരുന്നു ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ആവർത്തിച്ചോർപ്പിക്കുകയാണ്, ഈ ശരീരം കർത്താവിൻ്റേതാണ്, അത് അവൻ്റെ വകയാണ്. നമ്മുടെ ഇഷ്ടം പോലെ ശരീരത്തെ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ കാലങ്ങളിൽ വിശ്വാസികളായ നല്ല വിശ്വാസികൾ, ആത്മാർത്ഥതയുള്ള വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസികൾ പോലും ഈ വിഷയത്തിൽ എത്രമാത്രം ചിന്തിക്കുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട്. വസ്ത്രധാരണത്തോട് ബന്ധപ്പെട്ട് ശരീരത്തിന്മേൽ കാണിക്കുന്ന ഓരോ വികൃതികൾ, ഓരോ ഫാഷൻസ്, ഓരോ ഡിസൈൻ ഒക്കെ കാണുമ്പോൾ ഈ ശരീരത്തെ വിശ്വാസികൾ പോലും ഉപയോഗിക്കുന്ന പരിപാടികൾ കാണുമ്പോൾ എത്രമാത്രം ഈ കാര്യത്തെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭാഗത്തെ ഊന്നി പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരം നമ്മുടേതല്ല, എൻ്റേതല്ല, കർത്താവിൻ്റേതാണ്. കർത്താവ് ശരീരത്തിന്. എങ്ങനെ അങ്ങനെ പറയാൻ സാധിക്കും? ഒരു 5 കാരണങ്ങൾ ഈ ഭാഗത്തുനിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊരു കാരണം ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ അത് അണ്ടർസ്റ്റുഡാണ്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, മനുഷ്യ ശരീരം ആരാ നിർമ്മിച്ച്? ദൈവം തന്നെ നിർമ്മിച്ചതാണ്. നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ, സൃഷ്ടിയുടെ ആ ചരിത്രം വായിക്കുമ്പോൾ, യഹോവയായ ദൈവം മണ്ണുകൊണ്ട് രൂപമുണ്ടാക്കി. ജനസിസ് ചാപ്റ്റർ 2:7 അതിൻ്റെ ആരംഭ ഭാഗത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 7-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് നാം വായിക്കുന്നുണ്ട്. യഹോവയായ ദൈവം സകല ജീവജാലങ്ങളെയും സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടാക്കി. എന്നാൽ എന്നെയും നിങ്ങളെയും മനുഷ്യജാതിയെ സൃഷ്ടിക്കുമ്പോൾ അവൻ എന്താ വായിക്കുന്നത്? അവൻ പ്രത്യേകമായി നമ്മെ അവൻ്റെ കൈകൊണ്ട് മെനഞ്ഞുവെന്നാണ്. അവൻ്റെ കൈകൊണ്ട് നമ്മെ രൂപപ്പെടുത്തി എന്നുള്ളത് ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള ആ ബന്ധത്തിൽ നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ ആ അവകാശവും ഉടമസ്ഥാവകാശവും മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അവൻ ഡിസൈൻ ചെയ്തതാണ്. നമ്മൾ അത് ആദമിനെ കുറിച്ച് മാത്രമല്ല, ആദാമിനെ മണ്ണുകൊണ്ടുണ്ടാക്കി പിന്നീട് ദൈവത്തിനൊരു ഓളമില്ലെന്നല്ല. അതിനെക്കുറിച്ച് സങ്കീർത്തനം 139 സങ്കീർത്തനത്തിൽ Psalm 139 സങ്കീർത്തനം 139 വളരെ പരിചയമുള്ള വാക്യങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതിൻ്റെ 13 വാക്യം മുതൽ, സങ്കീർത്തനം 139 13 വാക്യം മുതൽ ദാവീദ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. നോക്കുക, ദാവീദ് തന്നെക്കുറിച്ച് പറയുകയാണ്. തന്നെക്കുറിച്ച് പറയുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ യഹോവേ നീ എന്നെ മെടഞ്ഞു, അത്ഭുതകരമായി, ഭയങ്കരമായി, അതിശയകരമായി എന്നെ സൃഷ്ടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൻ്റെ സൃഷ്ടിയിൽ ഉള്ള ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ആ വലിയ അപാരമായ കഴിവ് നാം മറന്നുകളയാനായിട്ട് പാടില്ല. സങ്കീർത്തനക്കാരൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആ സൃഷ്ടിയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ സ്തോത്രം ചെയ്യുകയാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങളും വായിച്ചു കാണും, സന്ദർഭവശാൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കണക്ക് ഞാൻ വായിക്കുകയുണ്ടായി. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള കണക്ക് ഞാൻ വായിച്ചത്, നമ്മുടെ ഈ ബോഡിയിലെ രക്തക്കുഴലുകൾ, അതിൻ്റെ നീളം 96,560 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ചുറ്റളവ് പോലും 40,000-ൽ പരം കിലോമീറ്ററേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലിൻ്റെ നീളം തന്നെ 96,000-ൽ പരം കിലോമീറ്റർ നീളമാണ്. ഞാനതൊക്കെ വിശദീകരിക്കുന്നില്ല. ഒരു വിശദമായ ഒരു ലിസ്റ്റ് വായിച്ച്, ഹൃദയത്തിൻ്റെ മിടിപ്പ് ഒരു സെക്കൻഡിൽ 70 പ്രാവശ്യം, ഒരു ദിവസം 1,00,000-ൽ പരം പ്രാവശ്യം. നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മാണം ഗോഡ് ഹാസ് ക്രിയേറ്റഡ്. മണ്ണിൽ നിന്ന് തീർച്ചയായിട്ടും അവനാണ് നമ്മെ നിർമ്മിച്ചത്. ദാവീദ് ആ ഭാഗത്ത് താഴെ പറയുന്നുണ്ട്, ഞാൻ രഹസ്യത്തിലുണ്ടാക്കപ്പെട്ടു, ഭൂമിയുടെ അധോഭാഗം നിർമ്മിക്കപ്പെട്ടു, എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ അപ്പോൾ മുതൽ വലിയവനായ ദൈവത്തിൻ്റെ കണ്ണുണ്ടായിരുന്നു. അവനാണ് നമ്മെ മെടഞ്ഞത്, അവനാണ് നമ്മെ മെനഞ്ഞത്, അവനാണ് നമ്മെ രൂപപ്പെടുത്തിയത്. നാം ജനിക്കും മുൻപേ അവൻ നമ്മെ കണ്ടു. നമ്മുടെ ബോഡി, അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ബിഗിനിങ്, അതിൻ്റെ വളർച്ച, അതിൻ്റെ പുരോഗതി, ഇതൊക്കെയും വളരെ ശ്രദ്ധാപൂർവമായി വീക്ഷിച്ച ദൈവം തമ്പുരാൻ, നമ്മുടെ സൃഷ്ടികർത്താവ്, നമ്മുടെ ബോഡി അവൻ്റേതാണ്. കാരണം അവൻ നമ്മുടെ സൃഷ്ടികർത്താവാണ്. എന്നാൽ മറ്റൊരു കാരണമാണ് ഈ കൊരിന്ത് ലേഖനത്തിൽ ഊന്നി പറയുന്നത്. നിങ്ങൾ വരിക മടങ്ങി ആ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് മറ്റൊരു കാര്യമാണ് അവിടെ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശരീരം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവർ അല്ല. നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ രണ്ടാമത്തെ, the second reason why our body belongs to the Lord. Number 1, He is the Creator. Number 2, He is our Redeemer. അവൻ നമ്മെ വീണ്ടെടുത്തു എന്നുള്ള കാര്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്കറിയാം ആ കാര്യം. 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, ആദമിനെ ദൈവം സൃഷ്ടിച്ചു, ഹവ്വയെ സൃഷ്ടിച്ചു. ആ നിഷ്പാപം അവസ്ഥയിൽ നാം വായിക്കുന്നുണ്ട്, പാപത്തിൻ്റെ കാരണത്താൽ, അനുസരണക്കേടിൻ്റെ കാരണത്താൽ, ദൈവത്തെ അവിശ്വസിച്ച് ദൈവത്തെക്കാൾ സാത്താനെ അനുസരിച്ചതിൻ്റെ കാരണത്താൽ പാപികളായി തീർന്നു. മാത്രമല്ല, പാപത്തിൻ്റെ പരിണത ഫലം അനേക കാര്യങ്ങളുണ്ടതിൽ ശരീരത്തെയും ബാധിച്ചു. വേദനയെക്കുറിച്ച് വായിക്കുന്നുണ്ട്, വിയർപ്പിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്, അധ്വാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, എന്ത്? മനുഷ്യന്റെ പാപം കാരണത്താൽ അവൻ്റെ ശരീരം
പാപപങ്കിലമായി തീർന്നു, വേദനയുടെയും ശാപഗ്രസ്തമായി തീർന്നു. വേദന, സങ്കടം, ക്ലേശം, വിയർപ്പ്, ദുഃഖം, മരണം അതിന് വിധേയപ്പെടുന്ന ഒരു ശരീരമായിട്ട് തീർന്നു. റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പൗലോസ് പറയുമ്പോൾ ഈ മരണത്തിന് അധീനമായ ഒരു ശരീരം. നാം അനേക ഭാഗത്ത് വാക്യം വായിക്കുന്നു. ഇത് മർത്യ ശരീരമാണ്, താഴ്ചയുള്ള ശരീരം, മൺപാത്രമാണ്, മൺകൂടാരമാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ദൈവം സൃഷ്ടിച്ചതായ, പാപമില്ലാതെ സൃഷ്ടിച്ച, മഹിമയുള്ളതായ അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരം പാപത്താൽ വീണുപോയി പരിണതഫലമായി ഉണ്ടായ ആ താഴ്ച, തകർച്ച നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രയിൽ നമുക്ക് പാപക്ഷമയുണ്ട്. എന്നാൽ ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ വായിക്കുന്നത് എഫേസ്യർ 1:7 വാക്യം വായിക്കുമ്പോൾ നമുക്ക് പാപക്ഷമയുണ്ട്. പാപക്ഷമ എന്ന ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, അവനിൽ, കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പൗലോസ് 1 കൊരിന്ത്യർ 6:19 സൂചിപ്പിക്കുന്ന വിഷയം ശരീരത്തെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുമ്പോൾ പാപക്ഷമ ലഭിക്കുന്നു. ആ പാപക്ഷമ ലഭിച്ച് നമ്മെ അവൻ വീണ്ടെടുക്കുന്നു, നമ്മെ അവൻ റിഡീം ചെയ്യുന്നു, അവൻ്റെ വകയാക്കി തീർക്കുന്നു. അങ്ങനെ നമ്മെ വീണ്ടെടുക്കുന്ന ആ വീണ്ടെടുപ്പിൻ പരിപാടിയിൽ ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. നമ്മെ വീണ്ടെടുക്കുന്നത് നമ്മുടെ ആത്മാവ്, പ്രാണൻ. നാം അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ അവസാന ഭാഗത്ത് പ്രാർത്ഥന പോലെ പറയുന്ന ഭാഗത്ത് പറയുന്നത്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അതാണ് പൗലോസ് പറഞ്ഞത്. നിങ്ങളുടെ ആത്മാവിനെ വീണ്ടെടുത്തു, നിങ്ങളുടെ പ്രാണനെ വീണ്ടെടുത്തു, നിങ്ങളുടെ ശരീരത്തെയും വീണ്ടെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നതായ ആത്മരക്ഷ, ആ രക്ഷാപദ്ധതിയിൽ നമ്മുടെ ശരീരവുമുണ്ട് എന്നാണ് പൗലോസ് ഈ ഭാഗത്ത് പറയുന്നത്. നിങ്ങളുടെ ശരീരം എന്താണ്? അവിടെ കർത്താവ് വിലയ്ക്ക് വാങ്ങി, അവൻ രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ആ ബോഡി ബിലോങ്സ് ടു ദ ലോർഡ്. അപ്പോൾ 2 കാര്യം, ആസ് ആ ക്രിയേറ്റർ ആൻഡ് ആസ് അവർ റിഡീമർ, ആ ബോഡി ബിലോങ്സ് ടു ദ ലോർഡ്. 3ാമത്തെ കാര്യമാണ് 19 ആരംഭത്തിൽ പറഞ്ഞത്. എന്ത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്ന മന്ദിരമാകുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. 3rd reason, because the Spirit of God indwells in us. ഞാൻ മുന്നോട്ട് പോകട്ടെ വേഗം. 3-ാം അധ്യായം 17-ാം വാക്യം വായിച്ചാൽ അവിടെ കൊരിന്തിലെ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. കൊരിന്തിലെ സഭ ആസ് എ ഹോൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അത് വിശുദ്ധമായി സൂക്ഷിക്കണം. ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അത് വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഒരു വിശുദ്ധ സ്ഥലമായിട്ട് അതിനെ കാണേണ്ടത് ആവശ്യം. 2 കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 17-ാം വാക്യത്തിലാണ്, 15-ന്റെ ആരംഭത്തിലുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു. ശ്രദ്ധിക്കുക. 1, നമ്മെ സൃഷ്ടിച്ചു. 2, നമ്മെ വീണ്ടെടുത്തു. 3, അവൻ നമ്മിൽ വസിക്കുന്നു. 4-ാമതായിട്ട് പറയുകയാണ് എന്ത്? നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ
ആകുന്നുവെന്ന് അറിയുന്നില്ലയോ? അതിൻ്റെ 17-ാം വാക്യം നോക്കുക. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ഇത് വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകാൻ ഇപ്പോൾ നമുക്ക് സമയമില്ല. അതായത് രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവുമായി ഏകീഭവിക്കുകയാണ്. വി ഹാവ് ബീൻ യുണൈറ്റഡ് ടുഗദർ വിത്ത് ക്രൈസ്റ്റ്. അതിന് രണ്ടർത്ഥമുണ്ട്. എന്താണ് രണ്ടർത്ഥം? ഒന്ന്, ഞാനും നിങ്ങളും വ്യക്തിപരമായി യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊലോസ്യത്തിൽ വായിക്കുമ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഹി ഡ്വെൽസ് ഇൻ അസ്. നമ്മിൽ ഇരിക്കുന്നു. നാം വ്യക്തിപരമായി നമ്മിൽ കർത്താവ് വസിച്ചുകൊണ്ട് നമ്മുടെ കൈ, നമ്മുടെ കാലുകൾ, നമ്മുടെ കണ്ണുകൾ കർത്താവിന് വേണ്ടി അവൻ ഉപയോഗിക്കുകയാണ്. രണ്ടാമതായിട്ട് ആവർത്തിച്ച് വായിക്കുന്നു, ആസ് പാർട്ട് ഓഫ് ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുമായിട്ടുള്ള ബന്ധം. അത് ഈ 1 കൊരിന്ത്യരുടെ 12-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളാകുന്നു. ശ്രദ്ധിക്കണം, 6-ാം അധ്യായത്തിൽ ഓരോരുത്തരുടെയും ശരീരം കർത്താവിൻ്റെ അവയവങ്ങളാണ്. 12-ന്റെ 27-ൽ സഭ എന്ന നിലയിൽ. അപ്പോൾ 2 നിലയിൽ നാം കർത്താവുമായി യുണൈറ്റഡ് ടുഗദറാണ്. എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യം, ഞാൻ എൻ്റെ ശരീരത്തെ ഉപയോഗിക്കുന്ന രീതി, അതിൻ്റെ പരിണതഫലം ഞാനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ അഫക്റ്റ് ചെയ്യും. ഞാനും സഭയുമായുള്ള ബന്ധത്തെ അഫക്റ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഒരു വിശ്വാസിയായ രക്ഷിക്കപ്പെട്ട എന്നിൽ കർത്താവായ യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു. എന്നിൽ വസിക്കുന്ന സ്ഥിതിക്ക് നാം ഇതിനോട് ബന്ധപ്പെട്ട് വായിക്കേണ്ട വേറൊരു വാക്യം കൂടെ വാസ്തവത്തിലുണ്ട്. അത് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. ആ വാക്യത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, റോമർ 8-ന്റെ 10-ാം വാക്യം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പോൾ നമ്മുടെ ശരീരം അത് കർത്താവുമായിട്ട് ഏകീഭവിച്ചതാണ്, സഭയുമായി ഏകീഭവിച്ചതാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെ ദുർമാർഗത്തിൽ, ദുഷ്പ്രവർത്തിക്ക് ഉപയോഗിച്ചാൽ, ദുർനടപ്പിന് ഉപയോഗിച്ചാൽ, അതിൻ്റെ പരിണതഫലം ഞാനും ക്രിസ്തുവുമായുള്ള ബന്ധത്തെ ബാധിക്കും, ഞാനും സഭയുമായുള്ള ബന്ധത്തെ ബാധിക്കും. എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വം എൻ്റെ ശരീരത്തെ കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് വിനിയോഗിക്കണം, ദൈവസഭയുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ 4 കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞ് വളരെ വേഗം അവസാനിപ്പിക്കാം. നമ്മുടെ വിഷയം, നമ്മുടെ ബോഡി എങ്ങനെ യേശുക്രിസ്തുവിൻ്റേത് ആയിരിക്കുന്നു. അവൻ സൃഷ്ടികർത്താവാണ്, വീണ്ടെടുപ്പുകാരനാണ്. മാത്രമല്ല, അവൻ നമ്മുടെ ശരീരത്തിൻ്റെ അവനുമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയിൽ അവൻ നമ്മിൽ വസിക്കുന്നു, അവനുമായിട്ടുള്ളതായ ആ യൂണിയൻ. 5-ാമത്തെ കാര്യം, അതിൻ്റെ 14-ാം വാക്യം ശ്രദ്ധിക്കുക. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. അതിൻ്റെ 13-ന്റെ ആരംഭത്തിൽ ആ വാക്യം പറഞ്ഞു, വയറിനെ സംബന്ധിച്ച് പൗലോസ് പറയുകയാണ്, ദൈവം ഇതിനെയും അതിനെയും ഇല്ലാതാക്കും. ഭക്ഷണം, വയറ്, ഇതിനെക്കുറിച്ച് ദൈവത്തിന് ഒരു നിത്യമായ പരിപാടിയില്ല. ഒരു ദിവസം ഭക്ഷണം വേണ്ടാത്ത അവസ്ഥ വരും, ഈ ഭക്ഷണം കൊണ്ട് ഗുണമില്ലാത്ത അവസ്ഥ വരും. എന്നാൽ ഈ ശരീരത്തെക്കുറിച്ച് ദൈവത്തിന് നിത്യമായ ഒരു പരിപാടിയുണ്ട്. അതെന്താണ്? ദൈവം നിങ്ങളെ കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും
തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ നിത്യമായ പരിപാടി, ഭാവി പരിപാടി, അതും പൗലോസ് പറയുകയാണ്, സൂചിപ്പിക്കുന്നത്, വ്യക്തമാക്കുന്നത് ഈ ശരീരം കർത്താവിൻ്റേതാണ്. ഞാനിപ്പോൾ വായിച്ച റോമർ 8:11 വായിക്കാം. അവിടെ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ, ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും, ഈ ശരീരത്തിൽ, മർത്യ ശരീരം, ബലഹീനമായ ശരീരം, രോഗവും വേദനയും ദുഃഖവുമുള്ള അഴുകി നാറുന്ന ശരീരമാണെങ്കിലും, അവിടെ പൗലോസ് പറയുകയാണ്, എന്ത്? ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. 11-ാം വാക്യത്തിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ദൈവത്തിൻ്റെ വലിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ശരീരത്തിൻ്റെ പാപത്താൽ ശാപഗ്രസ്തമായ ഭൂമിയിൽ, പാപത്താൽ ശാപഗ്രസ്തമായ ശരീരത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അനുഭവങ്ങളും അനുഭവിക്കുന്നുവെങ്കിലും, ഈ ശരീരത്തെ ഒരു ദിവസം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിക്കും. അത് 23-ാം വാക്യം റോമർ 8:23 അത് അല്പം കൂടെ വ്യക്തമാക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. വീണ്ടെടുപ്പ് പൂർത്തിയായിട്ടില്ല. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, അത് ആത്മാവ്, പ്രാണൻ, ശരീരം എല്ലാറ്റിനെയും നമ്മെ മൊത്തമായാണ് വീണ്ടെടുത്തത്. എന്നാൽ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ദൈവിക പദ്ധതിയിൽപ്പെട്ടതാണ്, പരിപാടിയിൽപ്പെട്ടതാണ്. വർത്തമാന കാലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ച്, നമ്മെ ബലപ്പെടുത്തി, നമ്മുടെ ശരീരത്തെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു ദിവസം ഈ ശരീരത്തെ അവൻ ഉയർപ്പിക്കും. അതിൻ്റെ വിശദാംശമൊക്കെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 35-ാം വാക്യം മുതൽ വിശദമായിട്ട് നാം വായിക്കുന്നുണ്ട്. ഫിലിപ്പിയർ പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ഫിലിപ്പിയർ 3:21 വായിക്കുന്ന വാക്യം കൂടെ ഞാൻ അവസാനിപ്പിക്കാം. അവിടെ വായിക്കുന്നത്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഞാനവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം, 5 കാരണങ്ങളാൽ നാം കണ്ടത്, ഈ ബോഡി ബിലോങ്സ് ടു ഗോഡ്. നമ്മുടെ ശരീരം, വിശ്വാസിയുടെ ശരീരം, എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിൻ്റെ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. 1, അവൻ നമ്മുടെ സൃഷ്ടികർത്താവാണ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ നമ്മിൽ വസിക്കുന്നു. മാത്രമല്ല, നാം കർത്താവിൻ്റെ അവയവങ്ങളാണ്. നമ്മെ അവൻ ഇൻസ്ട്രുമെൻസായി ഉപയോഗിക്കുവാൻ, ഉപകരണമായി ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഭാവി പരിപാടിയുണ്ട്. അതെന്താണ്? തൻ്റെ പുത്രനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും ഉയർപ്പിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിന് അല്പം കൂടെ ബാക്കി ശേഷിക്കുന്നു. അത് ദൈവം വെച്ചാൽ നമുക്ക് അടുത്തൊരു അവസരത്തിൽ കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ശരീരം ലോക മനുഷ്യർ ചെയ്യുന്നത് പോലെ അത് ദുരുപയോഗം ചെയ്യുവാൻ പാടില്ല. ദുർനടപ്പ് വിട്ടു ഓടുവീന്നാണ് പൗലോസ് താഴെ പറയുന്നത്. ലോകത്തിലെ മനുഷ്യർ കാണിക്കുന്ന പരിപാടികൾ നമ്മുടെ ബോഡിയോടുള്ള ബന്ധത്തിൽ കാണിക്കുവാനായിട്ട് പാടില്ല. അതിൻ്റെ ഡിഗ്നിറ്റി, അതിൻ്റെ മഹത്വം നാം സൂക്ഷിക്കണം. അത് വിശുദ്ധിയിൽ സൂക്ഷിക്കണം. അശുദ്ധിക്കായി ഏൽപ്പിക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് അവൻ്റെ മഹത്വത്തിനായിട്ട് നമ്മുടെ ശരീരത്തെ വിനിയോഗിക്കുവാൻ കർത്താവിൻ്റെ ആയുധങ്ങളായി, അവയവങ്ങളായിട്ട് വാസ്തവമായും, കർത്താവേ, എൻ്റെ കൈകൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, എൻ്റെ കണ്ണുകൾ നിനക്കായി കാണട്ടെ, എൻ്റെ ചെവികൾ നിനക്കായി കേൾക്കട്ടെ, എൻ്റെ കാലുകൾ നിനക്കായി ഓടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ശരീരത്തെ
കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. ലോകത്തിൻ്റെ ആ സ്വാധീനത്തിൽ പെട്ടുപോകാതെ, അവിശ്വാസികളുടെ സ്വാധീനത്തിൽ പെട്ടുപോകാതെ വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.